ഇടുക്കി മൂന്നാർ ടൗണിന് സമീപം തമ്പടിച്ച കാട്ടാനക്കൂട്ടം. കുട്ടിയാനെ അടങ്ങുന്ന കാട്ടാനക്കൂട്ടമാണ് ടൗണിന് ഏതാനും ദൂരെ അകലെയുള്ള പ്രദേശങ്ങളിൽ ചുറ്റിത്തിരിയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഭാഗങ്ങളിൽ കാട്ടാനക്കൂട്ടത്തിന്റെ സാന്നിധ്യമുള്ളതായി ആളുകൾ പറയുന്നു. ആനകൾ റോഡിലേക്കോ ടൗൺ ഭാഗത്തേക്കോ വരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മൂന്നാർ മേഖലയിൽ കാട്ടാനശല്യം അറുതിയില്ലാതെ തുടരുകയാണ്. ദിവസേന ജനവാസ മേഖലയിൽ കാട്ടാനശല്യം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയുണ്ട്. മൂന്നാർ ടൗണിന് സമീപം കാട്ടാനക്കൂട്ടം തമ്പടിച്ചിട്ട് ഏതാനും ദിവസങ്ങളായി. കുട്ടിയാനെ അടങ്ങുന്ന കാട്ടാനക്കൂട്ടമാണ് ടൗണിന് ഏതാനും ദൂരം അകലെയുള്ള പ്രദേശങ്ങളിലൂടെ ചുറ്റിത്തിരിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷൻ പരിസരത്തായിരുന്നു കാട്ടാനക്കൂട്ടം. പിന്നീട് പഴയ മൂന്നാർ ഭാഗത്തേക്കെത്തി. രാപ്പകൽ വ്യത്യാസമില്ലാതെ ആളുകളും വാഹനങ്ങളുമൊക്കെയുള്ള പ്രദേശമാണ് മൂന്നാർ ടൗൺ. ആനകൾ റോഡിലേക്കോ ടൗൺ ഭാഗത്തേക്കോ എത്തിയാൽ അത് അപകടത്തിന് വഴിയൊരുക്കും. മുൻപ് അപ്രതീക്ഷിതമായി കാട്ടാനക്കൂട്ടം മൂന്നാർ ടൗണിൽ ഇറങ്ങിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ആളുകളും വാഹനങ്ങളും കാട്ടാനക്കൂട്ടത്തിന്റെ മുമ്പിൽപ്പെടാതിരുന്നതിനാൽ മറ്റ് അപകടങ്ങൾ ഒഴിവായി. ടൗണിന് സമീപം തമ്പടിച്ചിട്ടുള്ള കാട്ടാനക്കൂട്ടത്തെ പ്രദേശത്തു നിന്നും വനത്തിലേക്ക് തുരത്താൻ നടപടിയുണ്ടാകണമെന്നാണ് ആവശ്യം. മഴക്കാലമായിരുന്നിട്ട് കൂടി കാട്ടാനകൾ കാടിറങ്ങി മൂന്നാർ മേഖലയിൽ ഭീതി പരത്തുന്നതിൽ തൊഴിലാളി കുടുംബങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ട്. മഴ മാറി വേനൽക്കാലം ആരംഭിക്കുന്നതോടെ കാട്ടാനശല്യം വർദ്ധിക്കുമോ എന്നതാണ് തൊഴിലാളി കുടുംബങ്ങൾക്കിടയിലെ ആശങ്ക. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.